ഇതൊക്കെയാണ് എന്റെ മക്കൾ ഇപ്പൊ കൊണ്ടുവന്നത്. ഇത് മത്തന്റെ ഇല. പക്ഷെ ഈ ഇല ഇത് നാം കണ്ടിട്ടില്ല കേട്ടമായിനെ. ഇത് എന്തിന്റെയാണ്? ഇതാണ് പ്രഷർ ചീര. നല്ലതാണ് തന്നെ. അതെന്ത് കുവിയാ? അതെന്താണ്? അത് അല്ലേ? ഇത് ചീരയാണ് തോന്നുന്നു അല്ലെ? എനിക്ക് കണ്ണും അറിയുന്നില്ല. അത് ചീരയാണ്. ഇത് പൈക്കിന്റെ ഇല അല്ലെ? ഓ ഇത് മുരിങ്ങ. ഇത് എന്തുമല? ചേമ്പും തണ്ട്. ഓ ഇത് ഉണ്ണിത്തണ്ട് ഇല്ലേ? അത് ചക്കരവള്ളിക്കിഴങ്ങ്. ഓ ഇത് കോവയ്ക്കിന്റെ അരിയും കൊണ്ടുവന്നാ. ഇത് കോവയ്ക്കിന്റെ ഇല അല്ലേ? ഓ ഒക്കെ നിങ്ങൾ ഓരോരോ വകയായിട്ട് കൂട്ടാൻ പറ്റാനാണ്. കറി വെക്കാന്ന്. അതെ, നമുക്കെന്നാ ഈ ഇലകളൊക്കെ ഒന്ന് അരിഞ്ഞു മുറിച്ച് റെഡിയാക്കല്ലേ? എല്ലാവരും കാണുന്നു. എന്താണ് കമ്പനി ഇരിക്കും പണി നടക്കിയിരിക്കുന്നല്ലോ. നമ്മുടെ ആൾക്കാരാണ്. ഇന്ന് ഇവിടെയാണ്. എന്താ നമ്മ മലയപ്പതി വെച്ച് കണ്ടതല്ലേ? മലയപ്പതിന്ന് കഴിച്ച കൊമ്പളങ്ങി ഇറച്ചിന്റെ ചാത് ഇന്നും നാവിന്ന് പോയിട്ടില്ല. അതേപോലെ ഇലവർഗ്ഗങ്ങൾ കൊണ്ടാണ് പഴയ കാലത്ത് എല്ലാ ഇലവർഗ്ഗങ്ങളാണ് ഇല്ലേ? എല്ലാ സാധനവും ഉണ്ട്. ഉമ്മർത്തിരിക്കുന്ന ആൾക്ക് എല്ലാം അറിയാലോ. പണ്ടത്തെ കഴിവാടോ. അന്നത്തെ ദാരിദ്ര്യം എന്ത്, കഷ്ടപ്പാടെന്ത്, വയ്ക്കാനും കുടിക്കാനും ഇല്ലാത്ത കാലത്ത് ഇതുപോലുള്ള എന്താ പറയാ ഇലക്കറികളും മരവലാദികളും ഇതൊക്കെ എന്നെ കഴിച്ചത്. അന്നത്തെ കാലത്ത് നമുക്കൊന്നും അറിവില്ല ഇതൊക്കെ സത്തുള്ളതാണെന്ന്. അന്ന് വയറ് നിറയ്ക്കാനും ജീവിതം മുന്നോട്ട് പോകാനാണ്. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്, ആർക്കും പിടിക്കാണ്ടായി. അപ്പോളേ ഇന്നത്തെ വിഭവം ഗംഭീരമാണില്ലേ? ആകട്ടെ ഇരിക്കും ചാമേച്ചാ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാ. കറികളൊക്കെ അരിയാണ്. പിന്നെ നാണല് പറ്റിയിട്ടാ പറയുന്നത്. ഇതുപോലെ ഒരു ഒത്തൊരുമ അവിടെ കിട്ടും. ഇതൊക്കെയാണ് കാണാൻ ചന്തം. എല്ലാവരും കൂടി വെച്ച് തിന്ന് കൊണ്ട് ജനങ്ങളിലെയൊക്കെ കാണിക്കുക പറയുമ്പോ നല്ല കാര്യല്ലേ? പഴമ ഓർമ്മകളൊക്കെ മറന്നു പോയിരിക്കില്ലേ മനുഷ്യന്മാർക്ക്? ഇന്നില്ലല്ലോ, ഇല്ലേ? എന്ത് പറയുന്നു? ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇന്നുണ്ടാ? ഇതൊക്കെ കഴിക്കണം പറയാണ് ഇപ്പൊ ഡോക്ടർമാര്. പണ്ടത്തെ ആണ് വൈദ്യുതി വന്ന് എണ്ണിക്കൊണ്ട് വന്നിട്ടൊക്കെ ഒതുക്കി നല്ല ഒരു എല്ലാ പഴയ കാലത്തിന്റെ ഒക്കെ കൊണ്ടുവരികയാണ് ഇപ്പൊ ഓർമ്മകള്. കഴിച്ചാലാണ് ദേഹത്തിന് അഭിനയത്തിന് നല്ല ബലം കിട്ടണമെങ്കിൽ, ചുവര വെക്കണമെങ്കിൽ ഈ ഇലക്കറികൾ ഈ സാധനങ്ങളൊക്കെ കഴിക്കണം. അതിന് ചെറിയ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. അതെ, ഇപ്പളേ ദഫറുണ്ടല്ലോ, സോളോ പാലക്കാട്. ോടെ കൂടി വെച്ചു കൊടുക്കും. ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. മക്കൾക്കൊക്കെ വെച്ചു കൊടുക്കണം, വയസ്സായവർക്ക് വെച്ചു കൊടുക്കണം. കുട്ടികളുടെ കണ്ണും കരളും കിഡ്നിയും എന്താ പറയുന്നത് നാടി നരമ്പുകളിലും ഒക്കെ സുഖപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന ഇലക്കറികള്. അപ്പോ അതാണ് സോളോ പാലക്കാട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഞാനും മലയപ്പതി പോയി കൂടിയതല്ലേ. പിന്നെ കൊമ്പളങ്ങ ഗംഭീരമായി കഴിച്ചതാണ്. അപ്പോളേ എല്ലാ ഇലക്കറികളും കണ്ടു. അതെന്താണ്? അത്തന്റെ തലപ്പില് വള്ളിന്റെ തലപ്പില് കിളിർത്ത ഇല വലിക്കുക. ഇതെന്നിട്ട് അരി അതിൽ കൂടെ ഉഴുന്ന് പരിപ്പിട്ടിട്ട് നമുക്കൊരു ഉപ്പേരി അല്ലേ?
കറിവേപ്പില അല്ലെങ്കിൽ കടുത്തുവ കറിയും. ഇത് ഉപ്പേരി വെക്കാനുള്ളതാണ്. അത് കട്ട് ചെയ്യാം. മുതിര വേവിച്ച് വെച്ചതിൽ ഉണ്ണിത്തണ്ടിട്ട് അതിലിത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിക്കുകയാണ്. ഇനി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോഴേ ഇലക്കറി കൊടുത്ത പറ്റില്ല. ചിക്കൻ ഇതാണ് ആരോഗ്യം. നമ്മുടെ ഈ ചാനലിലൂടെ എല്ലാവരും ഇലക്കറികളും പഴയ കാലത്തെ ഫുഡുകളൊക്കെ കഴിക്കണം. ചക്കരക്കിഴങ്ങും ചേമ്പും തണ്ടും കൂടി ഗ്രേവി വെക്കാൻ പോവുകയാണ്. അതിന് ചക്കരക്കിഴങ്ങ് ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നമ്മളിപ്പോൾ മത്തൻ്റെ ഇലയും ഉഴുന്നുപരിപ്പും കൂടി ഒരു ഉപ്പേരി വെക്കാൻ പോവുകയാണ്. ഇതാ ഉഴുന്നുപരിപ്പ് വറുത്ത് ഒന്ന് അരങ്ങി വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല, പച്ചമുളക് വറുത്തെടുത്ത്. അപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തീ നല്ലപോലെ ആക്കിയിട്ട് അതിലോട്ട് മത്തൻ്റെ ഇല വാരി ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതില് പരിപ്പും മത്തൻ്റെ ഇലയും വെന്ത് കഴിഞ്ഞു. നല്ലപോലെ ഇളക്കി എടുക്കുക. കപ്പലമുളക് പൊട്ടിടുകയാണ്. ചെറിയുള്ളി നിറയെ അരിഞ്ഞത് കുഞ്ഞാന്ന് അരിഞ്ഞതാണ്. നന്നായി മൂത്ത് വരുമ്പോൾ കിഴങ്ങും ചേമ്പും തൊണ്ട് വെന്ത് ഇതാ കുറുകിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കിയിട്ട് താളിക്കാം. നമ്മുടെ ഉള്ള് അല്ലെങ്കിൽ മുതിര ഉണ്ണിപ്പൊടിയും കൂടിയിട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളി പച്ചമുളക് ഒന്ന് വഴറ്റി കഴിഞ്ഞ് തേങ്ങ ഇട്ടു. തേങ്ങ കുറച്ചൊന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളർ ആവണം. മിനിറ്റ് മൂടി വെച്ച് പരിപ്പ് ആയിട്ട് വാങ്ങിക്കാം.